അനുമോൾ വീടിൻ്റെ അകത്തുനിന്നാണെങ്കിലും തേർഡ് റേറ്റ് ചെറ്റത്ര കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് PR-ഉം ഇതേ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ മസ്താനി നിലത്തിരുന്നിട്ടില്ല, ഫുൾ എയറിലായിരുന്നു. ഉരിഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് RJ ബിൻസി സംസാരിക്കുന്നുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് RJ ബിൻസി മസ്താനി ഇഷ്യൂ ആണ്. അതിനുശേഷം അനുമോളുടെ PR, അനുമോളുടെ സ്ട്രാറ്റജിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ RJ ബിൻസി മസ്താനി എന്നുള്ള ഇഷ്യൂവിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ഇഷ്യൂ തുടങ്ങുന്നത് പുറത്തുനിന്നാണ്. മസ്താനിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് RJ ബിൻസി എവിക്റ്റായി പോയതിനു ശേഷം. അപ്പം മസ്താനി RJ ബിൻസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇല്ലായ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസിൽ പോയത്? പിന്നെ അപ്പാണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഇൻ്റർവ്യൂവിൽ ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RJ ബിൻസിക്ക് മസ്താനിനെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്താനി രാവിലെ തന്നെ കഴിക്കുന്നിടത്തേക്ക്, അതായത് RJ ബിൻസി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ RJ ബിൻസിൻ്റെ അടുത്തേക്ക് വരികയാണ്. മസ്താനി ഇത് സോൾവ് ആക്കാനാണ് വന്നിരുന്നതെങ്കിൽ ബിൻസി പറയുന്നതെല്ലാം കേൾക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം മസ്താനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മസ്താനിയുടെ ക്യാരക്ടർ അപ്പോഴേക്കും പുറത്തു വന്നു. പിന്നെ ഷിറ്റ് എന്ന് കൂട്ടിയുള്ളൊരു ഇംഗ്ലീഷ് പദങ്ങളും അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറയുന്നത്, നിങ്ങൾ എവിക്റ്റായി പോയത് അച്ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ എന്ന് പറയുന്നിടത്ത് ബിൻസി അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങുകയാണ്. പിന്നെ മസ്താനി നിലത്തിരുന്നിട്ടില്ല, ഫുൾ എയറിലായിരുന്നു. ഉരിഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് RJ ബിൻസി സംസാരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം ഫാനായി പോയെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ക്ലാരിറ്റിയോടുകൂടി വലിഞ്ഞൂരിയുന്നുണ്ട് മസ്താനീനെ. എന്നിട്ട് മസ്താനീൻ്റെ കണ്ണുകൾ കൂടെ വെള്ളം വരാറടക്കം ആവുന്നുണ്ട്. എല്ലാവരും അവിടെ അക്ഷരാർത്ഥത്തിൽ മിണ്ടാതിരുന്ന് കേൾക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അനുമോളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അനുമോൾ രാവിലെ തന്നെ ഇന്നലെ RJ ബിൻസി പറഞ്ഞ കാര്യം വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. വെളുപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ശൈത്യയുടെയും ആദിലയുടെയും നൂറേൻ്റെയും തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയ ഫ്രണ്ടായ മസ്താനിയോട് പറയുന്നുണ്ട്. ഇതാണ് അനുമോളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അനുമോളുടെ ആദ്യത്തെ ഫ്രണ്ട് ശൈത്യയായിരുന്നു. ശൈത്യ കൊള്ളരുതാത്തവളായി. പിന്നെ ആദില നൂറയായി. ഇവർ കുറച്ച് നാൾ മുന്നോട്ട് പോയി. കാര്യം ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ട് ഗുണം, അനുമോൾക്കും ഉണ്ട് ഗുണം. അനുമോൾക്ക് വെളുപ്പിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇവരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അക്ബറിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ആദിലയ്ക്കും നൂറയ്ക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുമോളായിട്ട് അന്ന് തന്നെ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ വോട്ടിനെ ബാധിക്കും. പിന്നെ ഈ നോമിനേഷനൊക്കെ ഒഴിവായപ്പോൾ എല്ലാവരും എവിക്ഷൻ വരുമെന്ന് കണ്ടപ്പോഴാണ് ഇവർ വീണ്ടും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി തെറ്റുന്നത്. പിന്നെ തെറ്റുന്നത് ശൈത്യ വരുമ്പോഴാണ് ഈ അനുമോളുടെ PR-ൻ്റെ ആഘാതം ഇവർ മനസ്സിലാക്കുന്നതും പിന്നെ പൂർണ്ണമായി തെറ്റുന്നതും ശൈത്യൻ്റെ കൂടെ നിൽക്കുന്നതും. അനുമോൾക്ക് എന്തിനാണ് ഈ സപ്പോർട്ട് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പരദൂഷണം പറയാൻ, മറ്റുള്ളവരെ കുറിച്ച് കുറേ കാര്യങ്ങൾ അടിച്ചിട്ടങ്ങ് കൊടുക്കും PR-കാർക്ക്. അവരെന്ത് ചെയ്യും? ഇത് ക്ലിപ്പാക്കി ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കും, 1 മില്യൺ ഫോളോവേഴ്സിലേക്ക് എത്തിക്കും. അങ്ങനെ അനുമോൾക്ക് വോട്ട് കൂടും, ഒന്നും ചെയ്തില്ലെങ്കിലും. സോ ഇതാണ് അനുമോളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യം. ഇന്നലെ മസ്താനീനെ വല്ലാത്ത രീതിയിൽ ഒലിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് രാവിലെ ശൈത്യൻ്റെയും ആദിലേൻ്റെയും നൂറേൻ്റെയും കുറ്റം പറയുകയാണ്. അപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യും മസ്താനി എന്ന് ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത ആരാണ്? അനുമോൾ. അപ്പോൾ അനുമോളെക്കുറിച്ച് കുറ്റം പറയില്ല മസ്താനി അവിടെ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നോർമലായിട്ട് സ്മൂത്തായിട്ട് ജനങ്ങളിലേക്ക് എത്തുമെന്ന് അനുമോൾക്ക് 100% ഉറപ്പാണ്. ഇതാണ് അനുമോളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനെ അനുഭവിക്കുന്നവരെന്ന് പറയുന്നത് ആര്യനെ പോലെയുള്ളവർ, ശൈത്യനെ പോലെയുള്ളവർ, ബിൻസിനെ പോലെയുള്ളവർ, അക്ബറിനെ പോലെയുള്ളവർ ആണ്. ഇതെന്താണ് ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആര്യൻ ഇന്ന് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അനുമോളെ സൂചിപ്പിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇവൻ എന്ത് വൃത്തികെട്ട സ്വഭാവമാണെന്ന്. പിന്നെയാണ് മനസ്സിലായത്, ആര്യൻ്റെ അമ്മേനെക്കുറിച്ച് ഫേസ്ബുക്കിൽ കയറിയിട്ട് കുറേ വൃത്തികെട്ട കമൻറ്റുകൾ ഈ PR-കാർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആദില ഔട്ടായി പോവുകയാണെങ്കിൽ അക്ബറിനെ വെളുപ്പിക്കുകയാണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ അടക്കം ലിപ്സ്റ്റിക്കിൽ എഴുതി കൊടുത്തു. പിന്നെ കൂടാതെ നൂറയ്ക്ക് 50,000 രൂപേൻ്റെ PR കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. മൈക്ക് മാറ്റി ഇവളന്മാർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ല. പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാറില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയുള്ള ഇതിന് മുന്നേ ഉള്ള കണ്ടസ്റ്റൻസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. കാര്യം ഇവരാണ് അനുഭവിച്ച് വന്നവരെന്ന് പറയുന്നത്. ഇന്ന് അക്ബർ കരഞ്ഞപ്പം എനിക്ക് വളരെയധികം സങ്കടമായി. കാര്യം 96 ദിവസമായിട്ട് അവിടെ നിൽക്കുകയാണ്. വീട്ടുകാരെന്താണ് എന്ത് അനുഭവിക്കുന്നു എന്നറിയാതെ അവിടെയാണ് അക്ബർ അവിടെ നിഷ്കളങ്കമായി പൊട്ടിക്കരഞ്ഞു പോകുന്നത്. അനുമോൾ വീടിൻ്റെ അകത്തുനിന്നാണെങ്കിലും തേർഡ് റേറ്റ് ചെറ്റത്ര കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് PR-ഉം ഇതേ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി അനുമോളാണ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ എങ്കിൽ എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ജിൻഡോനെ ജയിപ്പിച്ചതും PR, ഇപ്രാവശ്യത്തെ അനുമോളും ജയിപ്പിച്ചത് PR എന്ന് പറയുന്ന ഒരൊറ്റ ഗണിക. ഇത് ബിഗ് ബോസ് ഇന്ന് എപ്പിസോഡിൽ കാണിക്കാനുള്ള റീസൺ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കുമുള്ള ഗെയിം കളിച്ച് മുന്നോട്ട് വന്നവരാണ് വിജയിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബറിനെയും നെവിനെയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നെറുകേട് കാണിക്കുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ആരെ സപ്പോർട്ട് ചെയ്താലും
ഇനി എനിക്ക് പറയാനുള്ളത് ശരത്തപ്പാണിനെ കുറിച്ചാണ്. എന്തിനാണ് അനുമോൾക്ക് വെളുപ്പിക്കാനായി നിന്ന് കൊടുക്കുന്ന ഒരു കളിപ്പാവയായി നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാതെ പുറകെ പോവുകയാണ്. ഉളുപ്പില്ലേ ചങ്ങായി തനിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർ ജെ ബിൻസി അനുഭവിച്ചത് ആർ ജെ ബിൻസിക്ക് അറിയാം. എന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് നെവിൻ്റെ മുഖത്ത് ഉമ്മ വെച്ച കാര്യമൊക്കെ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് വൃത്തികെട്ടവനാണോ താങ്കൾ? നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, അതേപോലെ തന്നെ ആർ ജെ ബിൻസിക്ക് ഒരു കുടുംബമുണ്ട്. ആ വ്യക്തി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ ഈ വെളുപ്പിക്കാനാണെങ്കിൽ, അനുമോൾക്ക് വെളുപ്പിക്കാൻ നിന്ന് കൊടുക്കുകയാണെങ്കിലും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളെപ്പോലെയുള്ള വ്യക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കരുതുന്നു.